പിന്നീട് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്ലെയിം എന്ന് പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വചനമാണ്. ഇത് അള്ളാഹുവിൻ്റെ വചനമല്ലായിരുന്നുവെങ്കിൽ ഇതിലവർ ധാരാളം കോൺട്രഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്ന്. ഇത് നമ്മൾ വിചാരിക്കും വൈരുദ്ധ്യം, ഇത് ചെറിയൊരു ക്ലെയിം അല്ല, ഒന്നൊന്നര ക്ലെയിമാണ് ഇവിടെ വന്നത്. കാരണം അത് തന്നെ ചിന്തിക്കാനുള്ളതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരിത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ ക്ലെയിമും ഇങ്ങനെ മുൾമുനെ നിൽക്കുന്ന ഒരു ക്ലെയിമും കൂടിയിട്ടാണ്. ഇവിടെയും ഖുർആനിൽ ഈ പറയുന്ന 6000-6000-ത്തിലധികം വചനങ്ങളിൽ ഒരു 10,000 വചനങ്ങളിൽ യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. ആകെ കുറച്ച് വചനങ്ങളിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട് എന്ന് തെളിയിച്ചാലും പിന്നെയും ഖുർആൻ എടുത്ത് മാറ്റിക്കണം. ഇങ്ങനെയുള്ള ക്ലെയിമുകളാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഒരു അഭൗതികമായിട്ടുള്ള, ഒരു സർവജ്ഞാനിയായിട്ടുള്ള ഒരു ദൈവത്തിൽ നിന്ന് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാലത്തിനപ്പുറത്തേക്കുള്ള അറിവുകളുള്ള ഒരു ശക്തിയിൽ നിന്നും വരുന്നത് പോലെയുള്ള ക്ലെയിമുകളാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഈ കോൺട്രഡിക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഭാഷാപരമായി ഏതൊക്കെ ആംഗിളിലാണ് ഖുർആനിനെ വ്യക്തികൾ ചലഞ്ച് ചെയ്യുന്നത്, ഖുർആനിനെ വിമർശകർ ചലഞ്ച് ചെയ്യുന്നത് ഭാഷയുടെ രീതിയിൽ, സയൻറ്റിഫിക്കലി, ഹിസ്റ്റോറിക്കലി, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പരമായിട്ട്. അത് 23 വർഷങ്ങൾ കൊണ്ട് പല പല സന്ദർഭത്തിൽ ഇറങ്ങിയിട്ട് ഇത് ഇന്നത് അതേ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടുമ്പോൾ ഒരു ഖുർആൻ ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾ വായിക്കുമ്പോൾ വളരെ ഇത് പല പല ഭാഗത്ത് പല പല സന്ദർഭത്തിൽ ഇങ്ങനെ ചിതറിക്കിടക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലല്ലാതെ വളരെ ആശയസമ്പൂർണമായാണ് ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നത്. അതും ഇതും ഇതേ ഓർഡറിലല്ല ഇത് അവതരിക്കുന്നതും എന്നും പല പല സന്ദർഭത്തിൽ പല പല സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവതരിക്കുന്നു. അതിന്റെ അവതരണ രീതി വെച്ച് കോൺട്രഡിക്ഷൻസിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടാകുന്ന സാഹചര്യം. ഈ വിഷയത്തെ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഒരുപാട് സമയത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഈ വിഷയം തന്നെ ഒരു വലിയൊരു ഒരു റിസർച്ചിനുള്ള ഒരു വിഷയമാണ്. ഖുർആനിന്റെ നോൺ കോൺട്രഡിക്ടറി ആയിട്ടുള്ള അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സുമായി പരിശോധിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും ഒരുപാട് സമയം വൈകിപ്പിക്കുന്നില്ല. പിന്നീട് എന്നെ സ്ട്രൈക്ക് ചെയ്ത പിന്നെ ഖുർആൻ പറയുന്നത്, ഖുർആനിനെ പോലൊന്ന് കൊണ്ടുവരാൻ സൃഷ്ടികൾക്ക് കഴിയില്ല എന്നുള്ളൊരു രണ്ടാമതൊരു വെല്ലുവിളി വരാം. ഈ വെല്ലുവിളിയും ഇതുപോലുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുന്ന വെല്ലുവിളിയാണ്. കാരണം അള്ളാഹ് ആദ്യം പറയുന്നുണ്ട് ഓക്കെ ഖുർആനെ പോലെ ഒരു ഗ്രന്ഥം, പിന്നീട് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇതുപോലെ ഒരു 10 അധ്യായം കൊണ്ടുപോവാ. ഇനി അതല്ല, നിങ്ങൾ ഇതുപോലെ ഒരു അധ്യായമെങ്കിൽ, അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു അധ്യായം എന്ന് പറയുമ്പോൾ മിക്ക വേദഗ്രന്ഥങ്ങളിലും ഒരു അധ്യായം എന്ന് പറയുന്നത് ഒരു വലിയ അധ്യായമാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം 3 വരിയുള്ളൂ, 3 ഫ്രേസ് കൊണ്ട് ഖുർആന്റെ ഒരു അധ്യായം അവസാനിക്കും. അങ്ങനെയുള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ അള്ളാഹു അവിടെ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് അതിനു വേണ്ടി നിങ്ങൾ ലോകത്തിലുള്ള മറ്റെല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊള്ളുക. ആരെയാന്ന് വെച്ചാൽ വിളിച്ചു കൂട്ടിക്കോ. നിങ്ങൾ ഒറ്റയ്ക്ക് അന്വേഷിക്കേണ്ട, ഇതുപോലെ ഒരെണ്ണം കൊണ്ടുവരാൻ ശ്രമിക്കണ്ട. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സംവിധാനത്തെയും ഉപയോഗിച്ചോളൂ. എല്ലാ ജനങ്ങളും ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടാണെങ്കിലും ശരി, ഇതുപോലെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി അത് നിങ്ങൾക്ക് കഴിയില്ല എന്നും കഠിനമായി കത്തിയിരിയുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നും ആ വചനത്തിൽ അല്ലാഹു കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. വല്ലാത്തൊരു വചനം തന്നെ. അപ്പോൾ ഇന്ന് ഭാഷാപരമായി നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഖുർആൻ നമ്മൾ അറബി ഭാഷ ഞാനിപ്പോൾ ഇത് കേൾക്കുന്ന മുസ്ലിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അറബി ഭാഷയൊക്കെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അറബി ഭാഷയിൽ, കാരണം അറബി ഭാഷ പഠിക്കുമ്പോഴാണ് ആഴത്തിലറിയാൻ പറ്റുക. ശരിക്കും ഖുർആൻ എന്ന് പറയുന്നത് അറബി ഭാഷയാണ്. മലയാളത്തിൽ നമ്മൾ കാണിക്കുന്നത് ഖുർആനിന്റെ ആശയത്തെ ആണ് എഴുതി വെച്ചിരിക്കുന്നത്, ഖുർആനല്ല അപ്പോഴും. അപ്പോൾ അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്, അന്നത്തെ അറബിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സുപ്രീം ലിറ്ററേച്ചറാണ്. ഇന്നും അറബിയിൽ വളരെ ഡീപ്പിലായിട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്
അന്നത്തെ കാലഘട്ടത്തിലെ കവിതകളും വെച്ചിട്ടാണ്. ഈ നോൺ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പോലും അറബിയിൽ PhD എടുക്കുന്നവർ ഈ ലിറ്ററേച്ചറിലൊക്കെ ഈ അന്നത്തെ കാലഘട്ടത്തിലുള്ള കവിതകൾ അത്രയും എലക്വൻ്റ് ആയിരുന്നു കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ഒരു വിഭാഗത്തോട് ആണ് ഖുർആൻ ഈ ചലഞ്ച് ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ചലഞ്ച് അവരാണ്. അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെയും ഈ ചലഞ്ച് ഇന്ന് ഖുർആനിൽ ഈ പറയപ്പെട്ട ചലഞ്ചുകളൊക്കെ ഇന്ന് ഖുർആനിൽ നമ്മൾ റമദാൻ മാസത്തിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്നും ആ ചലഞ്ച് കൊണ്ട് ഒരാള് വന്ന് അതിനെ സ്ഥാപിച്ചാൽ ഇന്നും ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാറ്റിവെക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഈ 1400 വർഷങ്ങൾ കൊണ്ടും അത് തെളിയുന്നത്. അതാണ് ഇന്നും അതിനുവേണ്ടി ശത്രുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഈ ഇസ്ലാമിനെ തകർക്കുക, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് ഇപ്പൊ ലോകത്തുള്ള എല്ലാ വിശ്വാസത്തെയും ആളുകൾ മനസ്സിലാക്കുന്നത് ആ വിശ്വാസം എന്താണോ അങ്ങനെ തന്നെയാണ്. അതെ. ഇപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചാൽ അവര് ഈശോനെ ദൈവമായിട്ട് കാണുന്നു, ഈശോ ദൈവപുത്രനാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്രിസ്തീയ വിശ്വാസികൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ ആയിരിക്കും കേൾക്കുക. എന്നാൽ ഒരു ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ഒരാളെടുത്ത് ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു നോക്കി, ഒരു മുസ്ലിമിന് പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും കേൾക്കുക. ഈ അടുത്ത് ഞാനൊരു പുരോഹിതനുമായിട്ട്, നമ്മൾ സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ടോ? ഇല്ല, കുറച്ചുകൂടെ തുടരും. ഓക്കെ. ഈ അടുത്ത് ഞാനൊരു പുരോഹിതനുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പം ഈ പുരോഹിതനോട് ഞാൻ സംസാരിക്കുമ്പോൾ ആള് വളരെ, ഈ പുരോഹിതൻ എന്നൊക്കെ പറഞ്ഞാൽ 10-14 വർഷം പഠിച്ചതിന് ശേഷം, പഠനം നടത്തിയതിന് ശേഷം കേട്ടോ ഒരാൾ ക്രൈസ്തവ പുരോഹിതനാവുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ള പഠനങ്ങളും തിയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത്രയും ആധികാരികമായി പഠനം നടത്തുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറയാണ്. ഞാനിങ്ങനെ 1-2 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിക്കാണ്, ഓക്കെ, നിങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ പറഞ്ഞ അച്ഛനെന്താ അങ്ങനെ പറയുന്നത്? അല്ല, നിങ്ങൾ 5 നേരം വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങളെ നശിപ്പിക്കാന്നല്ലേ? 5 നേരം വിളിച്ചു പറയുന്നു. അപ്പൊ നിങ്ങൾ അച്ഛൻ ഉദ്ദേശിക്കുന്നത് ബാങ്കുലിയാണോ? അപ്പൊ ഈ അച്ഛൻ പറയണ, നിങ്ങൾ 5 നേരം വിളിച്ചു പറയണ എന്താന്നൊക്കെ നമുക്കറിയാം. അച്ഛൻ, ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അത്യാവശ്യം അറബിയൊക്കെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോ ഈ ബാങ്ക് വിളിക്കുന്നത് അച്ഛൻ പറയുന്ന അർത്ഥം ഇത് ഏത് ഭാഗത്താണ് വന്നതെന്ന് അറിയണമല്ലോ. ഇതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അച്ഛൻ ഇത്രയും ആധികാരികമായിട്ട് പഠിക്കുന്ന ഒരാളല്ലേ. അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആധികാരികതയിലേക്ക് അച്ഛന് പൊക്കൂടെ? എന്താണെന്ന് എനിക്ക് എന്തെങ്കിലും റെഫറൻസ് എനിക്ക് അച്ഛന് തരാൻ പറ്റുമോ? അപ്പൊ അവസാനം അച്ഛൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ബാങ്കിന്റെ ഇത് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരട്ടെ, അതില് എവിടെ നിന്നൊന്ന് പറഞ്ഞാൽ മതി. അച്ഛന് ഈ ഒരു ഇത് വന്നത്. ഞാൻ പറഞ്ഞു, ഓക്കെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സൃഷ്ടിച്ചവനായ ദൈവം അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല, അശ്ഹദു അത് 2 പ്രാവശ്യം പറയുന്നു. പിന്നെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹയ്യ അലൽ സ്വലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, പ്രാർത്ഥനയിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരും. ഇതാണ് വിളിച്ച് പറയപ്പെടുന്നത്. ഇതിൽ നിന്നും ഈ അച്ഛൻ എങ്ങനെ ഇങ്ങനെ മനസ്സിലായത്? വല്ലാത്ത അത്ഭുതമാണ്. അതാണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. തീർച്ചയായും. അല്ലെ, ഇസ്ലാമിനെതിരെ ഇത്രയും വലിയ ഒരു പ്രബോധനം നടക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ഒരു പുരോഹിതൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് സത്യമായിട്ട് അങ്ങനെ പറയാണ്. അല്ലാതെ ഇപ്പൊ എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറയല്ല. അവർക്കുള്ള ധാരണ അങ്ങനെ തന്നെ അവർ പറയും. പിന്നെ ഈ അടുത്ത് ഞാൻ ഇതുപോലെ ഒരു മുസ്ലിം ആയ ഒരു സഹോദരൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് അമ്മ കാണിച്ചു തന്നു. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് എന്താണ്, ഒരു കാഫിറിനെ കൊന്നാൽ പിന്നെ ഇവൻ സ്വർഗത്തിലാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദൈവമേ, എന്തിനാ ഇതാണ്? അതായത് അപ്പൊ ഒരു കാഫിറിനെ കൊന്ന സ്വർഗത്തിലാണ്.
അപ്പൊ ഇന്ന് ആലോചിക്കും, ഈ ഒരു ആദർശം കൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഇവിടെ മുസ്ലിങ്ങളായിട്ട് ആരും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാരണം അത്രയും അധികാര സമ്പത്തിൽ നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ. ഇത് ഇസ്ലാം പറയുന്നുണ്ടെന്നാണ് ഇദ്ദേഹം ക്ലെയിം എന്തെങ്കിലും ക്ലെയിം ചെയ്യുന്നു. അത് വളരെ ഒരു ഒഫീഷ്യൽ എവിഡൻസും ഒന്നുമില്ലാതെ ഒരു ഒഫീഷ്യൽ ക്രിസ്തീയ ചാനലില് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ക്രിസ്തീയ വിശ്വാസികള് കുട്ടികൾ തൊട്ട് കേൾക്കുന്ന ഒരു ഇതിലേക്ക് പറയാണ്, ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ സ്വർഗത്തിലാന്ന് ഒക്കെ ആണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയാണ്. അത് ഒരു മുസ്ലിമായ വ്യക്തി ആയിരുന്നു, പിന്നെ ക്രിസ്ത്യാനി, എന്നിട്ട് ഇദ്ദേഹം പറയുമ്പോൾ ആളുകളൊക്കെ വിശ്വസിക്കും. അതുപോലെ തന്നെ ഈ വേറൊരു സന്ദർഭത്തിൽ എൻ്റെ പള്ളിയിൽ ഒരു വലിയൊരു പേപ്പർ ബുക്ക്ലെറ്റിൽ വലിയൊരു ബുക്ക് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ നല്ല പൈസ മുടക്കിയിട്ട് ചെയ്തേക്കണം, നല്ല പേപ്പർ ക്വാളിറ്റി ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊരു ബുക്ക്ലെറ്റ് പോലെ. ഇതിൽ ഞാൻ മറച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതെനിക്ക് അമ്മയാണ് കൊണ്ടുത്തരുന്നത്. അപ്പൊ ഞാനിത് മറച്ചു നോക്കിയപ്പോൾ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ യഹൂദരായിട്ടുള്ള അറബികൾ അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ അവര് അബ്രാഹത്തിന്റെ ഇസാഖിന്റെ ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുമ്പോൾ അറബി 3 പെൺമക്കളുള്ള അറബി ഗോത്ര ദൈവമായിട്ടുള്ള ഒരു ഗോത്ര ദൈവത്തെയാണ് അവർ വിളിക്കുന്നത് എന്ന് ഒഫീഷ്യലായിട്ട് പള്ളിയിൽ വിതരണം ചെയ്യുന്ന ഒരു പുസ്തകത്തിൽ എഴുതി ചെയ്യുന്നു. അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഇസ്ലാമിക വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അത് അല്ല പറയേണ്ടത്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം, അപ്പൊ ഇത് എന്റെ ജീവിതത്തിൽ നേരിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ്. ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം തന്നെ അത്രയും ഇസ്ലാം എന്തല്ല, അതാണ് ഇസ്ലാം എന്ന് സ്ഥാപിക്കാനുള്ള പണിയും വർക്കും ദാവത്തും ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഭൂരിഭാഗം ജനങ്ങളും ഈ നുണകളുടെ ഒരു മറയുടെ പിന്നിലാണ്. യഥാർത്ഥ ഇസ്ലാം എന്താണെന്നുള്ളത്, യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ, യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനിൽ എന്ത് പറയപ്പെട്ടു, നബി എന്ത് കൊണ്ടുവന്നു ആണ് ഇസ്ലാം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വിശദീകരണം ആവശ്യമാണെങ്കിൽ കൊടുക്കാമെന്നല്ലാതെ ഈ ഖുർആനിലും പരാമർശിക്കപ്പെടാത്ത, നബി പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്നത് വളരെ മോശമാണ്. അത് ശരിക്കും അത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഇത്രയും ആധികാരികമായ പഠന ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ അടക്കമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഞാൻ സമയം ദീർഘിക്കുന്നില്ല, ഇത്തരം ക്ലെയിമുകൾ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നു, ഞാനത് എൻ്റെതായ രീതിയിൽ വെരിഫൈ ചെയ്യുന്നു, റിസർച്ചുകൾ നടക്കുന്നു, തൊടാൻ കഴിയുന്നില്ല ഖുർആനിൻ്റെ ക്ലെയിം. അത് പച്ചയായത് ഇങ്ങനെ സ്ഥാപിക്കപ്പെടുകയാണ് സത്യമാണെന്നുള്ളത്. പിന്നീട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന നന്മകൾ തിന്മകൾ, അത് ജനങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. അല്ല, ഒന്നാമത്തെ ഒരു കാര്യം, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ റമദാൻ മാസത്തിലാണല്ലോ. ഈ റമദാൻ മാസം എന്നൊക്കെ പറയുന്നത് അധികം വ്യക്തികളും സക്കാത്തൊക്കെ കൊടുക്കുന്നത് ഈ സമയത്താണ്. ഇപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, അത് എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് നമുക്കറിയുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എക്കണോമിക്കൽ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. യഥാർത്ഥ എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് കൂടുതലായി ദരിദ്രരാകുന്നു, സമ്പന്നർ കൂടുതൽ സമ്പന്നതയിലേക്ക് പോകുന്നു. ഒരു ഉദാഹരണം, ഇപ്പൊ ഇത് കൂടുതൽ സമ്പത്തുള്ളവരാണ്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇത് കൂടുതൽ സമ്പത്തുള്ളവരാണ്, കൂടുതൽ സമ്പത്ത്, ഇത് കുറവ് സമ്പത്തുള്ളവർ. ഒരു 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെയാണ് വളർച്ച ഉണ്ടെങ്കിൽ അവിടെ വേറെ വിഷയങ്ങൾ വരുന്നില്ല. കാരണം ഇദ്ദേഹത്തിന്റെ സാമ്പത്തികമായി ഇദ്ദേഹം വളരുന്നു, ഈ പാവപ്പെട്ട വ്യക്തിയും അദ്ദേഹത്തിനും സാമ്പത്തികമായി 10 വർഷം കൊണ്ട് അദ്ദേഹം വളരുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വളർച്ചയാണ്. പൈസക്കാർ പിന്നെയും പൈസക്കാരാവുന്നു. ഇതിനൊരു പോംവഴി എന്താണ്? ഇന്ന് ഇത്രയും എക്കണോമിക്സിൽ ഇത്രയും ഡോക്ടറേറ്റുകളും റിസർച്ചുകളും നടക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ എക്കണോമിക് ക്രൈസിസിന് ഒരു പോംവഴി കണ്ടെത്തുന്നതാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ഇസ്ലാം 2 കാര്യം ഇത്ര ചെയ്തിട്ടുണ്ട്. 2 കാര്യം ജനങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടുകൂടി സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഒന്ന്, ഇസ്ലാം പലിശ നിരോധിച്ചു.
2 സക്കാത്ത് എന്ന് നിർബന്ധമാണ്. നിർബന്ധമാക്കി. രണ്ട് കാര്യം. അപ്പം നമുക്കറിയാം പലിശ എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരിലേക്ക് പോകുന്ന ഒരു മണി ഫ്ലോ ആണ് പലിശ. അത് ഒരിക്കലും പണക്കാരിൽ നിന്ന് എന്ത് ചെയ്യില്ല, പാവപ്പെട്ടവരിലേക്ക് പലിശ വരില്ല. അപ്പം ഇങ്ങോട്ടുള്ള മണി ഫ്ലോ, അതിനെ ആ മണി ഫ്ലോ ആണെന്ത്, പണക്കാരിൽ നിന്നും പാവപ്പെട്ടവരിലേക്ക് പോകുന്ന മണി ഫ്ലോ ആണ് സക്കാത്ത്. അത് ഒരിക്കലും പാവപ്പെട്ട ഒരാളിൽ നിന്നും പണക്കാരിലേക്ക് പോകില്ല. അപ്പോൾ പണക്കാരിൽ നിന്നും പാവപ്പെട്ടവരിലേക്ക് പോകുന്ന ആ മണി ഫ്ലോയിനെ, ആ സമ്പത്തിന്റെ ഒഴുക്കിനെ നിർബന്ധമാക്കുകയും പാവപ്പെട്ടവരിൽ നിന്നും പണക്കാരിലേക്ക് പോകുന്ന മണി ഫ്ലോയിനെ ഹറാമാക്കി, നിഷിദ്ധമാക്കി. പാടില്ല. ആ വാതിലടച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള വളർച്ചയാണ് എക്കണോമിക് ക്രൈസിസ് എങ്കിൽ ഇത് സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവരിലേക്ക് പൈസ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പൈസ പോയിക്കൊണ്ടിരിക്കുക. അതാണല്ലോ ഇങ്ങനെ. അപ്പൊ ഇങ്ങോട്ടുള്ള മണി ഫ്ലോ നിഷിദ്ധാക്കി, നോ പലിശ പാടില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മണി ഫ്ലോ നിർബന്ധമാണ്. സക്കാത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ട കാര്യം. അതുകൂടെ എന്ത് സംഭവിച്ചു? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാമിക ഭരണം കടന്നു വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണശേഷം ഖലീഫയാകുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തായപ്പോഴേക്കും ഈ സക്കാത്ത് അവിടെ ഇസ്ലാമിക ഭരണമുള്ള നടക്കുന്നത്, സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. ആർക്ക് കൊടുക്കണം? അതായത് അതിനതിൻ്റെതായ അവകാശികളുണ്ട്. അതായത് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ദരിദ്രനോട് ചോദിച്ചാലും അൽഹംദുലില്ലാ എനിക്കുള്ളത് റാഹത്തായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് സക്കാത്ത് ഞാൻ അർഹതയില്ല എന്ന് പറയുന്നവരായി ആ സമൂഹം മൊത്തം. സ്റ്റേബിളായ ഒരു സൊസൈറ്റി, സൂപ്പർ സ്റ്റേബിൾ സൊസൈറ്റി. ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഭരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, സമ്പത്ത് അല്ലെ ദരിദ്രർ ഇല്ലാത്ത എന്നിട്ട് പിന്നീട് അത് ഈ പറയുന്ന കൃഷിയുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ പൈസ സക്കാത്ത് കൊടുക്കപ്പെടണമല്ലോ. അത് പിന്നെ അതിലാണ് നടക്കുന്നത്. അപ്പൊ പിന്നെ നാടിന് വരുന്ന പുരോഗതിയിലേക്ക് അത് മാറ്റിവെക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു 10 വർഷത്തെ സക്കാത്ത് ക്ലിയറായി പ്രോപ്പറായിട്ട് ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ ഇത് ചെയ്താൽ തന്നെ ആ ചുറ്റുപാടിലുള്ള സകല മനുഷ്യരുടെ ദാരിദ്ര്യം ഇല്ലാതാകുന്നു എന്ന് മാത്രമല്ല, ആ സമൂഹം വളരുകയും ചെയ്യും, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരും. അപ്പോൾ അപ്പൊ ഇത് ഒറ്റ വിഷയമാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇത് റമദാൻ മാസമായതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ ഞാൻ ഇത്ര മനസ്സിലാക്കിയുള്ളൂ. അപ്പൊ ഇനിയും വിഷയങ്ങളുണ്ട്, സമയം അനുവദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഇസ്ലാം സ്വീകരിച്ച ഘട്ടമുണ്ടല്ലോ, ജ്യേഷ്ഠനും താങ്കളും ഒക്കെ ഒരുമിച്ചായിരുന്നോ ഇസ്ലാം സ്വീകരിക്കുന്നത്? ആ ഒരു മൊമെന്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട അറിവുകളാണല്ലോ ഇസ്ലാം. അപ്പൊ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൂടി കൊടുക്കാനുണ്ട്. കാരണം എന്ന് പറയുന്നത് എല്ലാ മതത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് അനുവദനീയമാണ്. കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് പല കാര്യങ്ങളും ഇന്നോവേറ്റ് ചെയ്യേണ്ടി വരും. അത് ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയാണ്. ഇപ്പോൾ ഇവിടെ കുംഭസാരം എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് ഏകദേശം AD 600-കളിലൊക്കെ പരസ്യ കുംഭസാരം ഒരു കോടതിയിൽ ഇരിക്കുന്ന പോലെ ജനങ്ങളുടെ മുമ്പിൽ ആളുകൾ പാപങ്ങളെ ഏറ്റു പറയുന്നു. പിന്നീട് അതിന്റെ കോൺസിക്വൻസ് മനസ്സിലായപ്പോൾ പിന്നെ അതെങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ആളുകളുടെ അഭിമാനം നഷ്ടപ്പെടുന്നു, മറ്റു പല ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഫേസ് ചെയ്യുന്നു. അങ്ങനെ അത് രഹസ്യം. അത് ഇങ്ങനെ ആഡപ്പ് ചെയ്യണത് എല്ലാ മതത്തെ പരിശോധിച്ചാലും ഉണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഡപ്പ് ചെയ്യാൻ ഇസ്ലാമിൽ പാടില്ല. അപ്പൊ 1400 ഇതും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ മതം പരിപൂർണമാണെന്നുള്ളതാണ്. ഇതിലേക്ക് ഒന്നും ചേർക്കാനും പാടില്ല, ഒന്നും എടുത്തു കളയാനും പാടില്ല. നബിയുടെ കൽപ്പന ഉണ്ട് ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ലോകത്തിൽ ഞാനീ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഈ വിജ്ഞാനം അത് ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. അത് 100% പ്രാക്ടിക്കലായിരിക്കണം. ഇത് പ്രാക്ടിക്കലാണ് എന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാനിത് പറയുന്നത്. എൻ്റെ അവസാനം ചോദിച്ച ആ വിഷയത്തിലേക്ക് വരും. ഇത് പ്രാക്ടിക്കലാണെന്ന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന മതം ഇസ്ലാമാണ്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ്
ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റും എഡ്യൂക്കേഷൻ വൈസായിട്ടും സമ്പത്പരമായിട്ടും ഏറ്റവും ഉന്നമനത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ഇത് സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് 100% പ്രാക്ടിക്കൽ ആയതുകൊണ്ടാണല്ലോ അവരത് അക്സെപ്റ്റ് ചെയ്തത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നാലിച്ച് ഇങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും പ്രാക്ടിക്കലായിട്ടുള്ള, അതിലേക്കൊന്നും കടത്തിക്കൂട്ടാൻ കഴിയാത്ത, അതിൽ നിന്നും ഇറക്കി മാറ്റാൻ കഴിയാത്ത ഒരു അറിവ്, ഒരു സുപ്പീരിയർ നോളജ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മരുഭൂമിയിൽ ജീവിച്ച് പോയ ഒരു മനുഷ്യനിലൂടെ കടന്നു വന്നു എന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ആ വ്യക്തി ഒരു പ്രവാചകനായിരിക്കണം. തീർച്ചയായും പ്രവാചകനാണെങ്കിൽ മേക്ക് സെൻസ്, എല്ലാത്തിനും ഒരു സെൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സത്യാന്വേഷിക്ക് അവൻ്റെ ചിന്തകളെ അടക്കി നിർത്താൻ പറ്റില്ല. ഇത് നടക്കില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ലോജിക്ക് എന്നെ തന്നെ സമ്മതിപ്പിക്കേണ്ടി വരികയാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം ഈ വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനല്ലായിരുന്നുവെങ്കിൽ ഇമ്പോസിബിൾ, നടക്കില്ല, ഇമ്പോസിബിൾ. അത് ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ, ഒരിക്കലും പറ്റില്ല. അങ്ങനെ എനിക്ക് നബി പ്രവാചകനാണ് മനസ്സിലായി. അങ്ങനെയാണ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ഏറ്റു പറയാൻ എൻ്റെ ഹൃദയം തയ്യാറായി. അങ്ങനെ ഞാൻ ഒരിക്കൽ അവധിയായ സമയത്ത് വീട്ടിലേക്ക് വരുന്നു. എൻ്റെ സഹോദരനോട് പറഞ്ഞു, ചേട്ടൻ പറയണ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇസ്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഞാൻ പഠിച്ചപ്പോൾ അത് വളരെ സത്യമാണ്. അതിലൊന്നും ഒരു കള്ളം പോലും അതിൽ വരാത്തെന്നോണം അത്രയും പരിശുദ്ധമായ അറിവുകളാണ്. ഞാൻ എന്തായാലും നബി തുടർന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു മുസ്ലിമാവാൻ, എനിക്കും മുസ്ലിം ആകണം എന്ന രീതിയിൽ പറയുമ്പോൾ എൻ്റെ സഹോദരൻ വളരെയധികം ഭയങ്കര അത്ഭുതത്തോടെ, ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹവും ഇസ്ലാം ടോട്ടലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മുസ്ലിമിന്റെ അടുത്തേക്ക് ആള് പോയിട്ടില്ല. കാരണം നമുക്ക് ഒരു പേടിയാണല്ലോ. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ മുസ്ലിങ്ങൾ മൊത്തം ഭീകരവാദികളാണ്, മുസ്ലിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പുറത്ത് ചിരിക്കുമെങ്കിൽ ഉള്ളിൽ മൊത്തം ദേഷ്യം വെച്ച് അടക്കുന്നവരാണ്. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ഇവരൊക്കെ നശിപ്പിക്കാന്നുള്ളതാണ്. ഇതൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പം ഡയറക്റ്റ് ഒരാളിലേക്ക് സമീപിക്കാൻ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. അല്ല, ചേട്ടനും അങ്ങനെ ചെയ്തില്ല. അങ്ങനെ പക്ഷെ ഞാനും കൂടി വന്നപ്പോൾ ചേട്ടനൊരു ഞങ്ങൾ ഒരുമിച്ചായി. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ ഒരു ഹോട്ടലിൽ കുഴിമന്തി കഴിക്കാൻ പോകുന്ന സമയത്ത് പുറത്ത് ഒരു ഇക്കയെ കണ്ടു. മാഷാ അല്ലാഹ്, മുഖത്ത് തന്നെ നല്ലൊരു പ്രകാശം, ഒരു ഈമാനിന്റെ പ്രകാശം തോന്നി. ഞാൻ അദ്ദേഹത്തോടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ള നിലയ്ക്കൊന്ന് ചോദിച്ചു. അദ്ദേഹം മാഷാ അല്ലാഹ് അപ്പം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു പുതിയ മുസ്ലിങ്ങളാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് സത്യമാണെന്ന് മനസ്സിലാക്കിയവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഇക്ക വളരെയധികം അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാഹ്, നന്നായിട്ട് അറിവുള്ളൊരു വ്യക്തിയായിരുന്നു. ഇസ്ലാം എന്താണെന്ന് അറിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാനും ഇന്ന് ഏകദേശം 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്തോറും ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും എൻ്റെ പഠനത്തെ എനിക്ക് ഇനിയും ഇസ്ലാമിനെ കുറിച്ച് ഇനിയും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമല്ലാതെ ഇതൊക്കെ ഇത്ര ഉള്ളൂ എന്നൊരു നിലയ്ക്കല്ല. ഇപ്പോഴും നമ്മൾ ആ വൈജ്ഞാനിക നിലവാരം, ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക നിലവാരം ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ വിജ്ഞാനത്തിൻ്റെ മഹത്വമുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ മുസ്ലിങ്ങളായി ജനിച്ചവരായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ പുറമേ നിന്ന് ഇസ്ലാമിനെ പഠിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, ഈ അറിവുകളെ നിങ്ങൾ തള്ളിക്കളയരുത് ഒരിക്കലും. അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ദൈവത്തിൽ നിന്ന് വന്ന അറിവുകളാണ്. അതിനെ പഠിക്കാൻ ശ്രമിക്കുക, തുറന്ന ഹൃദയത്തോടെ, സത്യം മനസ്സിലാക്കുന്ന ഹൃദയത്തോടു കൂടി. അള്ളാഹു പറഞ്ഞ പോലെ സത്യത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച് അള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സത്യത്തെ നിഷേധിച്ചവരെ കുറിച്ച് അള്ള പറയുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുവോ ഞങ്ങൾക്ക് അത് മതി. അള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ ഒന്നും കണ്ടറിയാത്തവരാണെങ്കിൽ അതും അങ്ങനെയാണെങ്കിലും അങ്ങനെ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ കണ്ടതിൽ കാണിച്ചു തന്നത് അത് ആയിരിക്കാം, അല്ലാതായിരിക്കാം. നമ്മൾ സ്വതന്ത്രമായി തുറന്ന ഹൃദയത്തോടു കൂടി സത്യത്തിന് വേണ്ടി, സത്യം എന്താണോ അത് സ്വീകരിക്കുക എന്ന തുറന്ന ഹൃദയത്തോടു കൂടി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്ക്. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു ചോദ്യമാണ് ഞാൻ അബ്ദുള്ള പോളിനോട് ചോദിച്ചത്. അതിനുത്തരമാണ് നിങ്ങൾ ഇത്ര നേരം കേട്ടിരുന്നത്. ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമായിട്ടുള്ള, ഒരുപാട് സംശയങ്ങൾ തീർക്കുന്ന ഉത്തരങ്ങളായിരുന്നു അത്. അതുമാത്രമല്ല, നമ്മുടെ ഒരുപാട് പേരുടെ കണ്ണു തുറപ്പിക്കുന്ന സംസാരമായിരുന്നു. മാഷാ അല്ലാ. ഇനി നമുക്കധികം സമയം ഇവിടെ അബ്ദുള്ള പോളിനോട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഒരു യാത്രയിലാണ്. ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടുകയും അങ്ങനെ ഈ ഒരു സംസാരത്തിന് വേണ്ടി ഇരിക്കാൻ അദ്ദേഹം തയ്യാറായതുമാണ്. ഇൻഷാ അല്ലാ മറ്റൊരവസരത്തിൽ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം താങ്കൾ നേരിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇൻഷാ അല്ലാ മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ഒരു സംസാരം കൊണ്ട് നിങ്ങൾക്ക് ഒരു നേർവഴിയിലേക്ക് എത്താനും നേർവഴിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൽ ഉറച്ചു നിൽക്കാനും ഒക്കെ കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.